أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مما خطيئاتهم أغرقوا فادخلوا نارا فلم يجدوا لهم من دون الله أنصارا. وقال نوح رب لا تذر على الأرض من الكافرين ديارا إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് നൂഹിലെ 25, 26, 27, 28 അഥവാ അവസാനത്തെ 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിമ്മാ ഖതീആതിഹിം, അവരുടെ പാപങ്ങളുടെ ഫലമായി. ഉഗരിഖു, അവരെ മുക്കിക്കൊന്നു. ഫഉദ്ഖലു, അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നാറ, നരകത്തിൽ. അവരുടെ പാപങ്ങൾ കാരണമായി അവരെ മുക്കിക്കൊല്ലുകയും അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസ്വാറാ, അവർക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായിയെയും കണ്ടെത്താനായില്ല. അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടായില്ല. വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലാ തദർ അലൽ അർളി, ഭൂമിയിൽ നീ അവശേഷിപ്പിക്കരുത്, മിനൽ കാഫിരീന, സത്യനിഷേധികളുടെ കൂട്ടത്തിൽ നിന്ന്, ദയ്യാറൻ, ഒരെണ്ണത്തിനെയും, അള്ളാഹുവെ, സത്യനിഷേധികളായ ഒരെണ്ണത്തിനെയും ഇനി നീ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത്. ഇന്നക്കയും തദർഹും, നീ എങ്ങാനും അവരെ അവശേഷിപ്പിച്ചാൽ, യുദില്ലു ഇബാദക്ക, നിൻ്റെ അടിമകളെ അവർ വഴിപിഴപ്പിക്കും. വലാ യലിദു, അവർ ജന്മം കൊടുക്കുകയുമില്ല, ഇല്ല ഫാജിറൻ, ഏറ്റവും വലിയ തെമ്മാടിയല്ലാതെ, കഫാറ, അതുപോലെ തന്നെ ഏറ്റവും കാഫിറായ, ഏറ്റവും വലിയ സത്യനിഷേധിയായ ആളെയുമല്ലാതെ, സത്യനിഷേധികളെയോ അല്ലെങ്കിൽ തെമ്മാടികളെയോ അല്ലാതെ ഒരാളെയും അവർ ഭൂമികത്ത് ജനിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും ഇവിടെ ബാക്കിയാക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ, റബ്ബി ഗഫർലി, അള്ളാഹുവെ, എനിക്ക് നീ പുറത്തു തരണം. വലി വാലിദയ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണം. വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ, എൻ്റെ വീട്ടിൽ വിശ്വാസിയായി കടന്നു വന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണം. വലാ തസിദുൽ ളാലിമീന ഇല്ലാ തബാറ, അക്രമികൾക്ക് നഷ്ടമല്ലാത്ത ഒന്നും, നാശമല്ലാത്ത ഒന്നും നീ വർദ്ധിപ്പിച്ചു കൊടുക്കരുത്. നൂഹ് അലൈഹി ഇസ്ലാം 950 വർഷക്കാലം പ്രബോധനം നടത്തി. അവസാനം അവർ നൂഹ് അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിക്കാൻ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, നിൻ്റെ ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, ഒരു കപ്പൽ പണിയും. കുറേ ഉയരമുള്ള സ്ഥലത്താണ് നൂഹ് അലൈഹി ഇസ്ലാം കപ്പൽ പണിയുന്നത്. അപ്പോഴും അവർ കളിയാക്കി, നൂഹെ, ആരാ ഇത് കൊണ്ടുപോവുക, ഇത് കൊണ്ടുപോകാൻ മലക്കൾ വരുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുക്കൾ വരുമോ, എങ്ങനെ ഇത് കടലിലേക്ക് എത്തിക്കുക, പുഴയിലേക്ക് എത്തിക്കാന്ന്. അപ്പോഴും നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇത് ശിക്ഷയുടെ അടയാളമാണ്, നിങ്ങൾ ഇപ്പോഴെങ്കിലും വിശ്വസിക്കുക. ആരും വിശ്വസിച്ചില്ല. അങ്ങനെ ധിക്കാരം മൂത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അത്യാഹ്ലാദത്തോടുകൂടി ചാടിക്കളിച്ചു. കാരണം ഇനി ഞങ്ങൾക്ക് ഇതുവരെ വരൾച്ചയായിരുന്നു, ഇപ്പം മഴയായി, സന്തോഷമായി. ഇത് സന്തോഷത്തിന് മഴയല്ല എന്നൊക്കെ നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു. മുകളിൽ നിന്ന് മഴയും താഴെ നിന്ന് ഉറവയും, അതിശക്തമായ വെള്ളപ്പൊക്കം വരാൻ തുടങ്ങി. അപ്പോഴും ഓരോരുത്തരായിട്ട് ഉയർന്ന സ്ഥലത്തേക്ക് പോവുക. നൂഹ് അലൈഹി സ്വലാം സ്വന്തം മകനെ വിളിച്ചു, ഇതിൽ വന്ന് കയറ്, അള്ളാൻ്റെ നാശം വരികയാണ്.
പക്ഷേ മകനും വന്നില്ല. ഞാൻ തൊട്ടപ്പുറത്തുള്ള മലയിലേക്ക് കയറി രക്ഷപ്പെട്ടു കൊള്ളാം എന്നാണ് മകനും പറഞ്ഞത്. അതോടെ അവനും അവസാനിക്കാൻ. അങ്ങനെ ഒരാളെപ്പോലും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ ഈ കപ്പലിൽ കയറിയ ആളുകൾ ഒഴിച്ചു. അങ്ങനെ അള്ളാഹുവിനോട് പറയാണ് ഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഒറ്റ എണ്ണത്തിനെയും അള്ളാഹു ഇതിനെ ബാക്കിയാക്കരുത് ഈ കാഫിറുടെ കൂട്ടത്തിൽ. കാരണം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് വരാത്ത, ഇസ്ലാം തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ, അത്രയും ധിക്കാരികളായ ആൾക്കാരെ ഇനി അവരെ നിർത്തരുത്. നിർത്തിയാൽ ഇന്നക്കൈൻ തദർഹും, നീ നിർത്തിയാൽ ഇതൊന്നും ഇബാദക്ക, നിൻ്റെ നല്ലവരായ അടിമകളെ ഒരു വഴി. മാത്രമല്ല അടുത്ത തലമുറ, ആ തലമുറയിലും വിശ്വാസമില്ല. വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ. അവരിനി ജന്മം കൊടുക്കാൻ പോകുന്ന അവരാകട്ടെ, ആ അടുത്ത തലമുറയാകട്ടെ, അവരും ഏറ്റവും വലിയ ദുർമാർഗികളും അതുപോലെ തന്നെ കാഫിറുകളും തന്നെ ആയിരിക്കും, തെമ്മാടികളായിരിക്കും. ഇവരിൽ നിന്ന് ഈ ഒരു നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല, അടുത്ത തലമുറയിലേക്ക് പോലും നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നൂഹ് അലൈഹി സ്വലാം പറയുന്നു. അവസാനം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബി ഗഫ്ഫിർലി വലിവാലിദിയ, എനിക്ക് പുറത്തു തരണം റബ്ബേ. വലിവാലിദിയ, മാതാപിതാക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണം റബ്ബേ. വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ വൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്, എൻ്റെ വീട്ടിൽ വന്ന ആളുകൾ, എൻ്റെ കൂടെ ആരാധനാലയത്തിൽ പ്രവേശിച്ച ആൾക്കാരെന്ന് പറയാം, എൻ്റെ കൂടെ കപ്പലിൽ കയറിയ ആൾക്കാരെന്ന് പറയാം, എൻ്റെ കൂടെ ദീനിലേക്ക് വന്ന ആൾക്കാരെന്ന് പറയാം. ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അള്ളാഹുവെ നീ പുറത്തു തരണം. മാത്രമല്ല വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസികൾക്കും പുറത്തു കൊടുക്കും. സത്യനിഷേധികൾക്കാകട്ടെ വലാത്ത സിദിൽ ലാലിമീന, അക്രമികൾക്ക് നീ വർദ്ധിപ്പിക്കരുത്. ഇല്ല തബാറ, നാശമല്ലാതെ. അക്രമികൾക്ക് വർദ്ധിപ്പിക്കേണ്ടത് നാശമാണ്, മറ്റു വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരികയും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുകയും അവസാനം സ്വർഗത്തിൽ ഇടം നൽകി അള്ളാഹു ആദരിക്കുകയും ചെയ്യട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവന്യരെയും സ്നേഹജനങ്ങളെയും ഒക്കെ ഇഹപര സൗഭാഗ്യങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.